എന്നെ തരുൺ ജാവയിലേക്ക് വിളിക്കുന്നത് ഹെലൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടാണ്. തരുണിൻ്റെ ഡയറക്ഷൻ ടീമിലുണ്ടായ സുധി ആണ് എന്നെ വിളിക്കുന്നത്. സുധി എൻ്റെ കൂടെ ഗപ്പി അമ്പിളി എന്ന് പറഞ്ഞാൽ 2 സിനിമയിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തതാണ്. സുധി എന്നെ വിളിച്ചിട്ട് സുധി എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ തരുൺ എന്ന് പറഞ്ഞൊരു കക്ഷി ഇങ്ങനെ പുതിയ പടം ചെയ്യുന്നുണ്ട്, ഞാനതിൽ ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ചേട്ടൻ ഒരു റോളിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രില്ലർ പരിപാടിയാണ്, പോലീസാണെന്ന് പറഞ്ഞു. പോലീസ് അവൻ ഞാൻ പറഞ്ഞേ എൻ്റെ പൊന്നു സുധി നീ ഇതിലും പോട്. ഞാൻ ആ സമയത്ത് 1 എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അതിൻ്റെ. ഞാനതിൽ പോലീസായിരുന്നു, ഗൺമാനായിരുന്നു, മമ്മൂക്കയുടെ ഗൺമാനായിരുന്നു. ഓക്കെ, മമ്മൂക്ക വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സുധി വിട്, ഞാൻ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല ചേട്ടാ കഥയൊന്ന് കേട്ട് നോക്കുക എന്ന് പറഞ്ഞു. അവനെന്നാ വിളിക്കാൻ പറയും തരുണോട് പറഞ്ഞു. ഞാൻ കഥ കേട്ട് കഴിഞ്ഞിട്ട് പറയാം തരുൺ ഇല്ല ഞാൻ പറഞ്ഞത്. ഞാൻ റൂമിൻ്റെ അകത്ത് ഞാൻ നിഷാദിൻ്റെ റൂമിൽ കയറുമ്പോൾ തരുൺ വിളിച്ചു. ഞാൻ ഞാൻ ഹലോ എന്ന് ഞാൻ പറഞ്ഞു. തരുൺ അവിടെ നിന്നും കൂടെ ഹലോ എന്നല്ല പറഞ്ഞത്. തരുൺ അവിടെ നിന്നും കൂടെ പറഞ്ഞു ചേട്ടാ ഈ സിനിമയിൽ യൂണിഫോം ഇല്ല എന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ തരുൺ അങ്ങനെയല്ല, അതിനെക്കൊണ്ടല്ല, യൂണിഫോം ഇടുന്നത് ഞാൻ കിട്ടുന്നത് മുഴുവൻ പോലീസ് വേഷം തന്നെ ആയി പോകുന്നത്. മലയാളത്തിൽ ജോജു ജോർജ് കഴിഞ്ഞാൽ 2ാമത്തെ പോലീസ് വേഷം കിട്ടിയെന്ന് ജോയിച്ചേട്ടൻ ചെയ്തത്ര ആര് ചെയ്തു ഒന്ന് എണ്ണി നോക്കണം, തോൽപ്പിച്ചോ ആവോ. അതെ, തരുൺ അത് പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു തരുൺ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു നീ കഥ പറ എന്ന് പറഞ്ഞിട്ട് തരുൺ കഥ പറഞ്ഞു. തരുൺ ഫുൾ കഥ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിഷാദിൻ്റെ റൂമിലിരുന്നിട്ട് ഫുള്ള് കഥ കേട്ടത്. ഞാൻ ഫുള്ള് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻട്രസ്റ്റിങ്, നല്ല രസമുള്ള പരിപാടി. ഞാൻ പറയാം. എന്തായാലും ചേട്ടാ ആലോചിച്ചൊന്ന് പറയുന്നത് ഞാൻ പറയാം തരുൺ എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ച് കഴിയുമ്പോൾ നിഷാദിനോട് ചോദിച്ചു തരുണാണോ എന്ന് ചോദിച്ചു. നമുക്കറിയൂ ഞാനാണ് ആ സിനിമ എഡിറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ആണോ? ഏതാ റോൾ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോയ് സാർ എന്ന് പറഞ്ഞ ASIൻ്റെ റോളാണ് ചെയ്യാമെന്ന്. ചേട്ടാ വിടണ്ട, നല്ല അടിപൊളി റോളാണ്, പിടിച്ചോ എന്ന് പറഞ്ഞു. കഥ എനിക്ക് വറക്കാം, ഈ പരിപാടിയൊക്കെ ഉണ്ട്, പിടിക്കല്ലേ എന്ന് പറഞ്ഞു. പിടിക്കാം. ഞാനപ്പം തന്നെ തരുൺ വിളിച്ചു പറഞ്ഞു തരുൺ ഞാൻ ചെയ്യാട്ടോ. അങ്ങനെ ഒരു പ്രതീക്ഷയായി. അപ്പോൾ എല്ലാ ദിവസവും തരുണായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ വിളിച്ചത് സുഖം, ഇതെപ്പോൾ വരും തരുൺ, ഇതെപ്പോഴാണ് തിയേറ്റർ തുറക്കുക എന്നുള്ള വേജാറുകളും. നമ്മൾ തരുൺ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറെ നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് ബടി ഇവിടെ അല്ലേ ഇതൊക്കെ തുറക്കടൂ. അങ്ങനെ ആ സമയത്ത് ഞാൻ ആഷിഖേട്ടനെ ആഷിഖേട്ടനെ ഫോണിൽ സംസാരിച്ചപ്പോൾ അന്ന് ഞാൻ ആഷിഖേട്ടൻ്റെ അടുത്ത് ഓക്കിന്നുണ്ട് അസോസിയേറ്റ് ആയിട്ട്. അപ്പോൾ അന്ന് ആഷിഖേട്ടൻ ഇതൊക്കെ കൂടി തിരിച്ച് തുറക്കുമല്ലോ, എന്തോടുകൂടി തീർന്നു കിട്ടുമല്ലോ. കാരണം സിനിമ എന്ന് പറഞ്ഞൊരു വ്യവസായം ഇനി തിരിച്ചു തുറന്നില്ലെങ്കിൽ എന്ത് പണി ചെയ്യും എന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം പൊട്ടി. ഇനി തിരിച്ച് ആനിമേഷനിലേക്ക് പോകാനും പറ്റില്ല. അതാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ഏതോ സൈഡിൽ പോയി നിൽക്കുക. നമുക്ക് തുറന്നു വെച്ചാൽ ഇനി ഇൻ്റർഫേസ് പോലും മനസ്സിലാവില്ല. ഇങ്ങനെ പൊട്ടൻ്റായി നിൽക്കേണ്ടി വരും അവിടെ. അങ്ങനെ ഞാൻ ആഷിഖനെ വിളിച്ചു. ആഷിഖനെ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഇവിടെ സിനിമ നിന്നില്ല, അതിനെക്കൊണ്ട് പേടിക്കേണ്ട തുറക്കും. ഞാനതങ്ങനെ എടുത്തിട്ട് തരുണിന് കൊണ്ട് ഇട്ട് കൊടുത്ത് മോട്ടിവേഷൻ. ആഷിഖനെ പറഞ്ഞ് ഞാൻ അതങ്ങനെ തന്നെ തരുണിന് കൊണ്ട് ഇട്ട് കൊടുത്തു. തരുൺ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഇവിടെ സിനിമകൾ നിന്നിട്ടില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത്, സിനിമ വരും, സിനിമ വരും, അവസാനം കൂട്ടിച്ചേർത്തിട്ടോ. ഞാൻ പറഞ്ഞോ ആഷിഖനെ പറഞ്ഞേ